ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. മെയ് മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്ലാനറിൻ്റെ തീം എന്ന് പറയുന്നത് ഇമോജീസ് ആണ്. ഇമോജീസ് എന്ന് പറയുമ്പോൾ വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഉള്ള ക്യൂട്ട് പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഇമോജീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീമാകുമ്പോൾ നമ്മൾ ഈ പ്ലാനർ വരയ്ക്കുമ്പോൾ മുഴുവനായിട്ടും അങ്ങനെയുള്ള പിക്ചേഴ്സ് ആയിരിക്കും കൂടുതൽ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പേജിൻ്റെ പേരാണ് തീം പേജ്. അതാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. തീം പേജിൽ മെയ് എന്നെഴുതി അതിൻ്റെ ചുറ്റും കുറേ ഇമോജീസിൻ്റെ ഡിസൈൻസ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലാനർ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിക്ചേഴ്സ് അയച്ചു തരാം. പിക്ചേഴ്സ് അയച്ചു തരേണ്ടത് ഇമെയിൽ വഴിക്കാണ്. malayaliMomCrafts@gmail.com എന്ന് പറഞ്ഞ ഇമെയിൽ ID-യിലോട്ട് പിക്ചേഴ്സും നിങ്ങളുടെ പേര് സഹിതം അയക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാനറിൻ്റെ വീഡിയോയിൽ ആ പിക്ചേഴ്സ് ഉൾപ്പെടുത്തും. ആ പ്ലാനറിൻ്റെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മെയിലിന് റിപ്ലൈ നൽകുന്നതായിരിക്കും കേട്ടോ. അയച്ച ഉടനെ ചിലപ്പോൾ റിപ്ലൈ വരില്ല, പക്ഷേ വിഷമിക്കേണ്ട. ആ സമയമാകുമ്പോഴേക്കും ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പിക്ചേഴ്സ് അയച്ചു തരണം. നമ്മുടെ ചാനൽ കണ്ടിട്ട് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ പ്ലാനറിൻ്റെ പിക്ചേഴ്സോ റൂം മേക്ക് ഓവറോ എന്തായാലും അയച്ചാൽ നമ്മൾ ഈ പ്ലാനറിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തും നിങ്ങളുടെ പേര് സഹിതം. അപ്പോൾ നമ്മൾ മെയ് മാസത്തിലേക്ക് എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഇമോജീസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ നമ്മൾ ഓരോ മാസവും പല വ്യത്യസ്തമായ ഡിസൈനിലാണ് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ ഡിസൈനാണ് വരയ്ക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മളിതുവരെ ഒരു 3 വർഷത്തോളമായി ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാനറിൻ്റെയും വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് ഡിസൈനിലുള്ള പ്ലാനേഴ്സ് പല മാസത്തിലത്തെയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ തീം പേജ് ഞാൻ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ബ്ലാക്ക് പെന്നും യെല്ലോ കളറും പിന്നെ റെഡും ബ്ലൂവും മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻസ് വരയ്ക്കാൻ ആവശ്യമുള്ളൂ. കളറിങ്ങും ഇങ്ങനെയൊക്കെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല ഒരു പ്ലാനർ തയ്യാറാക്കാൻ. നമ്മൾ ഈ പ്ലാനർ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്കിനി അടുത്ത പേജ് എന്ന് പറയുന്നത് കോട്ട് പേജാണ്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാചകം നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ടുഡേ ജസ്റ്റ് ഫോളോ വൺ റൂൾ, ബി ഹാപ്പി. അപ്പോൾ ഇമോജീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്മൈൽ ചെയ്തിരിക്കുന്ന ഇമോജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോജിയുമായി ബന്ധപ്പെട്ടൊരു കോട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ റൂൾ ഏതാണ്? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മളിതുപോലെ തന്നെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനർ വരയ്ക്കാനായിട്ട് സാധാരണ ഒരു വൈറ്റ് പേജുള്ള നോട്ട്ബുക്ക് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈനുള്ള പുസ്തകമാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ഒരു പ്ലാനർ തയ്യാറാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്രിഡ് നോട്ട്ബുക്ക് വാങ്ങാം. ഇത് ചെറിയൊരു നോട്ട്ബുക്കാണ്. അതായത് സാധാരണ പുസ്തകത്തിൽ നിന്നും ചെറുതാണിത്. അതായത് ഒരു A4 സൈസ് എന്ന് പറയും. പിന്നെ ഈ ബുക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കണക്ട് ചെയ്തിട്ട് നമുക്ക് പടങ്ങൾ വരയ്ക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. ഇനി അടുത്ത പേജ് കലണ്ടർ പേജാണ്. ഈ ഒരു പേജിൽ നമ്മൾ മെയ് മാസത്തെ കലണ്ടറാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് 2 പേജ് എടുത്തിട്ട് ഫുള്ളായിട്ടും കലണ്ടർ വലുതാക്കി വരയ്ക്കാം. ചെറുതാക്കി വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. നമ്മുടെ ഇഷ്ടമാണ് ഇതൊക്കെ വരയ്ക്കേണ്ടത്. പെൻസിൽ വെച്ച് ആദ്യം ഫുൾ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കാറുള്ളത്, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത്. കാരണം എനിക്കും തെറ്റ് പറ്റാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളപ്പോൾ അതുകൊണ്ട് കലണ്ടറൊക്കെ നോക്കി ശ്രദ്ധിച്ച് വരയ്ക്കാം. നമ്മൾ ഇതേ ഫുള്ളായിട്ടും പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്തു, ഡേറ്റുകളൊക്കെ കറക്റ്റ് എഴുതി. ഇനി നമുക്ക് അത് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ കലണ്ടർ പേജ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത പേജിൻ്റെ ആ സൈഡിലായിട്ട് ഗോൾസും അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നുണ്ട്. ഗോൾ എന്ന് പറയുന്നത് മെയ് മാസത്തെ നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതാനായിട്ടുള്ളതാണ്. അതായത് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതാം. റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ പേജ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ വരയ്ക്കാനായിട്ട് പോകുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേജാണ്. മൂഡ് ട്രാക്കർ എന്നുള്ള പേജാണ്. അതായത് നമ്മുടെ ഫീലിങ്സൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ 1 മുതൽ 31 തീയതി വരെയുള്ളതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പിക്ചർ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂഡ് അനുസരിച്ച് അതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ മാസവും നമുക്ക് പല രീതിയിലായിരിക്കും അല്ലേ. ചിലപ്പോൾ ഒരു ദിവസം നല്ല സന്തോഷമാണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ അടുത്ത ദിവസം ദേഷ്യം പിടിച്ചൊരു ദിവസമായിരിക്കും, ചിലപ്പോൾ അടുത്ത ദിവസം വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരിക്കും. അങ്ങനെ പലതായിരിക്കും. അപ്പോൾ അത് മാർക്ക് ചെയ്യാനുള്ള ഒരു പേജാണ് മൂഡ് ട്രാക്കർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ വരച്ചിരിക്കുകയെന്ന് വെച്ചാൽ കുറേ സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ
കാണാം ഞാൻ കുറച്ച് ഫേസസ് വരച്ചിട്ടുണ്ട്, ചിരിക്കുന്നതും കരയണതും ദേഷ്യപ്പെട്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 1-ാം തീയതി നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ആ ഒരു സർക്കിളിനുള്ളിൽ ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് വരയ്ക്കാം. 2-ാം തീയതി സങ്കടമാണെങ്കിൽ സങ്കടത്തിൻ്റെ ഫേസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ മൂഡ് എങ്ങനെയാണോ ആ ഡേറ്റ് അനുസരിച്ച് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ലാസ്റ്റ് ആകുമ്പോൾ നമുക്കത് ഫുള്ളായിട്ടും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടുത്തൊരു പേജ് എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേജ് എല്ലാവരും തയ്യാറാക്കണമെന്നില്ല. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ പേജ് വേണമെങ്കിൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ചെറിയ മക്കളെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ്, അത് മെയ് മാസമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. അത് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ബാഗ് നമ്മൾ വാഷ് ചെയ്ത് വെക്കില്ല, നമ്മുടെ കയ്യിലുള്ള സ്റ്റേഷനറി ഐറ്റംസും ബുക്സും ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്, പഴയ ബുക്സ് ബൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ബാക്ക് ടു സ്കൂളിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു പേജാണ്. ഇനി അടുത്ത നമ്മുടെ പേജ് എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് എന്നുള്ള പേജാണ്. ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കലണ്ടർ വരച്ചതിൻ്റെ പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് വരയ്ക്കണമെന്നുള്ള കാരണം ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഡയറി കുട്ടികൾക്കുള്ള പോലെ തന്നെ അതിലുള്ള പോലെ നമ്മൾ സെക്ഷൻസ് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പേജിൽ 6 സെക്ഷൻസ് തിരിച്ചിരിക്കുകയാണ്. കുറേ അധികം എഴുതുന്നവർക്ക് വലിയ സെക്ഷൻസ് ആയി തിരിക്കാം, ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും തീയതിയൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അടുത്ത് ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ ഇമോജീസും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ തീമുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സും വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഏരിയ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ബോക്സിലും ആ ദിവസത്തെ തീയതിയും ദിവസവും ഒക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. ഇല്ല, നിങ്ങൾ അധികം കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ദിവസവും തീയതി ആ ബോക്സിൽ എഴുതണ്ട. എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് അവസാനം ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണില്ലെങ്കിൽ ആ പേജസ് വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ബോക്സസ് വരയ്ക്കുക, എഴുതുന്ന തീയതികളിൽ എഴുതുക കൃത്യമായിട്ട്. അങ്ങനെ നമ്മുടെ പ്ലാനർ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ പ്ലാനർ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ പ്ലാനർ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിക്ചേഴ്സ് അയച്ചു തരാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് നമുക്ക് കാണാം. നക്ഷത്ര, സിയ ഫാത്തിമ, മിസ്രിൻ നിസ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്ലാനറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.